പാലക്കാട് മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ സ്വകാര്യ കമ്പനി സ്വന്തമാക്കിയ ഇടത്ത് കയ്യേറ്റ ഭൂമിയും മണ്ണുകാട് സ്വദേശികളായ കുടുംബം കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 1.5 ഏക്കറോളം ഭൂമിയാണ് കുടുംബത്തിന് നഷ്ടമായത്. വ്യാജരേഖകൾ ഉണ്ടാക്കിയ അയൽവാസികൾ ഭൂമി കൈവശപ്പെടുത്തിയെന്നും കമ്പനിക്ക് മറിച്ചുവിറ്റുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സ്ഥലത്ത് BJP പ്രതിഷേധവുമായിട്ട് എത്തുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇത് കയ്യേറ്റ ഭൂമിയിലാണ് ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തുവാൻ വേണ്ടി പോകുന്നതെന്നും പറയുന്നുണ്ട്. ഒപ്പം പ്രതിഷേധം ശക്തമാക്കുക തന്നെയല്ലേ BJP അടക്കമുള്ള പാർട്ടികൾ? തീർച്ചയായിട്ടും രജനി, എലപ്പുള്ളിയിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുകയാണ്. ഇപ്പോൾ എലപ്പുള്ളിയിൽ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. BJPയുടെ മാർച്ച് അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ ഭൂമിയിലേക്ക് ആരംഭിക്കും. എന്താണ് ഈ ഒരു ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം? എലപ്പുള്ളിയിൽ വരൾച്ച ബാധിത പ്രദേശമായ എലപ്പുള്ളിയിൽ ഇത്തരത്തിലുള്ള കമ്പനി നേരത്തെ അനുമതി കൊടുത്തുകൊണ്ട് അന്ന് വൻ ജനകീയ പ്രതിഷേധം നടത്തിക്കൊണ്ട് സർക്കാർ പിൻവലിഞ്ഞ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വീണ്ടും ഇത്തരത്തിലുള്ള മദ്യ ഉൽപാദന കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത് ഈ എലപ്പുള്ളിയെയും പാലക്കാടിനെയും മരുഭൂമിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കോൺഗ്രസും ഈ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് ഈ എലപ്പുള്ളിയിലെ ഉന്നത കോൺഗ്രസ് നേതാവാണ്, പഞ്ചായത്ത് അംഗമാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ നിന്ന് മദ്യ ഉൽപാദന കമ്പനി ഇവിടെ വരാതിരിക്കാൻ സർക്കാർ മുൻകൈ എടുത്തില്ലെങ്കിൽ വൻ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് തന്നെയാണ് BJPക്ക് പറയാനുള്ളത്. അതായത് ഇവിടുത്തെ ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിൽ കോൺഗ്രസിനും കൃത്യമായി പങ്കുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് 2 വർഷം 3 വർഷക്കാലമായി ഇതിന്റെ പിന്നിൽ കുറെ വ്യക്തികൾ ഇവിടെ ലോക്കലമായിട്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങളോട് സംസാരിച്ചപ്പോൾ നേതാക്കന്മാരാണ് വന്ന് ഇടപെടുന്നത് പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും മിണ്ടിയില്ല. നേതാക്കന്മാർ അവരുടെ മെയിൻ നേതാക്കന്മാർ ഇതിൽ പങ്കുണ്ട്. കോൺഗ്രസിന്റെ ഒരു ഉന്നതനായ നേതാവിന്റെ ഒരു ജനപ്രതിനിധി അടക്കം ഇതിൽ വ്യക്തമായ പങ്കുകളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അവർ ഇടനിലക്കാരിൽ നിന്നിട്ട് ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ഒരു 1.5 ഏക്കർ സ്ഥലം പോലും കൈയേറിയിട്ട് വളച്ചു കെട്ടിയിട്ടുള്ളത് ആ വ്യക്തി ഇന്നലെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും അതും ഇതേ ഈ എലപ്പള്ളി പഞ്ചായത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും ഈ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടും CPM-ഉമായിട്ടും ഇടനിലക്കാരെ CPM-ഉമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടാണ് ഇവിടെ ഈ കിടക്കുന്ന ഈ റോഡടക്കം വേസ്റ്റ് ഇട്ടും കനാൽ വരമ്പാണ്. കർഷകർക്ക് പോകുന്ന കനാൽ വരമ്പിലേക്ക് ഒരു റോഡാക്കിയിട്ടാണ് ഇവിടെ. അതിനെല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരനെ ഉൾപ്പെടെ ആളുകൾ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഞങ്ങളത് അനുവദിക്കില്ല. ഇനി കോൺഗ്രസ് ആയിക്കോട്ടെ CPM ആയിക്കോട്ടെ എന്ത് നീക്കുപോക്കുന്ന എലപ്പള്ളി പഞ്ചായത്ത് നടത്തുകയാണെങ്കിലും എലപ്പള്ളി പഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ശക്തമായി ഇതിന്റെ പിന്നിലുണ്ട്. ഒരു തരത്തിലും ഈ മദ്യ കമ്പനിയോട് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതായത് അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാൻ വാട്ടർ അതോറിറ്റിക്ക് നാളെ മാർച്ച് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല, നാളെ നമ്മൾ പഞ്ചായത്തിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് എലപ്പുള്ളി ഈ മേഖല എന്ന് പറഞ്ഞാൽ കുടിവെള്ളം, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന മേഖലയാണ്. ഏകദേശം 2015 ഇതുപോലെ ഒരു പ്രൊഫഷണൽ ഇവിടെ വന്നപ്പോൾ അതിനെ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് യുവമോർച്ചയും BJPയും പഞ്ചായത്തിന് ഫ്രണ്ടിലും ഈ സ്ഥലത്തിലേക്കെല്ലാം മാർച്ച് നടത്തുകയാണ്. അന്ന് ജനകീയ പ്രക്ഷോഭം കാരണം സർക്കാർ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പക്ഷേ ഇന്ന് പല ഗൂഢനീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അനുമതി നൽകിക്കൊണ്ട് ഈ മേഖല മുഴുവൻ വളർച്ചയുടെ സ്ഥാനമാക്കി മാറ്റാനാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കം. ഇതിനെതിരെ ശക്തമായിട്ട് രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളടക്കം ഇതിനെതിരെ പ്രതിഷേധത്തിന് മുന്നോട്ട് വരികയാണ്. അവർക്ക് ഒപ്പം നിന്നുകൊണ്ട്, ഈ ജനങ്ങളുടെ പ്രശ്നത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ശക്തമായിട്ടുള്ള സമര പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. നാളെ നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വാട്ടർ അതോറിറ്റിക്കും വേണ്ടി വന്നാൽ എന്ത് സമരം തീരുമാനിക്കും അതിനുമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഇവിടെ ഈ കമ്പനി പ്രവർത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഭൂമിയിലേക്ക് നടത്തുന്നത്. യാതൊരു കാരണവശാലും ഈ ഒരു സ്ഥലത്ത് മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് BJP ഉള്ളത്. ഏതായാലും നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട റിപ്പോർട്ടുണ്ട്. അതായത് ഈ പ്രദേശം ഉൾപ്പെടെയുള്ള മലമ്പുഴ ബ്ലോക്കിൽ ഭൂഗർഭ ജലനിരപ്പ് അത് ക്രിട്ടിക്കൽ ആണെന്ന് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ
അനുമതി നൽകിയിരിക്കുന്നത്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളായാലും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും ഒക്കെ പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ക്രിട്ടിക്കൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടൊരു ചോദ്യമായിട്ട്. ആ ചോദ്യത്തിന് തന്നെയാണ് ഇന്ന് രാവിലെ അരുൺ നമ്മുടെ എക്സൈസ് മന്ത്രിയായ MV രാജേഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത്